നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മൈലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ കമൻറ്റിൽ എപ്പോഴും ചോദിക്കും ആൾക്കാർ എവിടെയാണ് സ്ഥലം എന്ന്. ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് 3 കിലോമീറ്റർ അകമ്പാടം റൂട്ടിലാണ്. അഡൻപാറ വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ആ റൂട്ടിൽ മൈലാടി പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ്. നമ്മുടെ മെയിൻ റോഡ് സൈഡിലല്ല ബിൽഡിങ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് മൈലാടി പാലം. അത് കഴിഞ്ഞൊരു ട്രാൻസ്ഫോർമർ ഉണ്ട്, അതിനോട് ചാരി ഒരു ചെറിയൊരു പോക്കറ്റ് റോഡിൽ നിങ്ങൾക്ക് ബോർഡ് റോഡിൽ നിന്ന് കാണാം, അവിടെയാണ് ഷോപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലും അങ്ങനെ വരാം. സൺഡേ ഹോളിഡേ ആണ്, മൺഡേ ടു സാറ്റർഡേ 10 AM to 5:30 6 o'clock വരെ. പിന്നെ ദൂരെ ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലാണ് വിളിക്കേണ്ടത്. പിന്നെ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കാണിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ വീഡിയോ പൊതുവേ എപ്പോഴും ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് മാക്സിമം എപ്പോഴും ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യാറ് പ്രസൻറ്റ് ചെയ്യാൻ. കാരണം നമുക്കൊരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിന് ഏതെല്ലാം തരത്തിൽ ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്കൊരു പോരായ്മയായി നിൽക്കുന്നത് എനിക്കറിയാം ദുപ്പട്ടാസാണ്. അപ്പോൾ അധികം വൈകാതെ അതിലേക്കും കൂടെ എത്താം. അതിൻ്റെ ഒരു കളക്ഷൻസിൻ്റെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും പറയാം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല അതിനെക്കുറിച്ച്. അപ്പോൾ എന്താണോ എൻ്റെ മനസ്സിൽ വരുന്നത് അതിൽ ഞാൻ പറയാം. എന്താ വനിതാ ദിനത്തെക്കുറിച്ച് പറയുക എന്നുള്ള ചില ദിവസങ്ങൾ നമുക്ക് ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്യില്ലേ, അങ്ങനെ ഒരു ഫീല്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന എന്താ വനിതാ ദിനത്തെക്കുറിച്ച് പറയേണ്ടതെന്നുള്ള ഈ പുരുഷനായ ക്യാമറമാനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിലപ്പോൾ എന്ത് തോന്നിയത്, വനിതകൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത മേഖലകളും ഒന്നുമില്ല, ചെയ്യാൻ പറ്റാത്ത ഒന്നും ഞങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എല്ലാം എൻ്റെ വർക്ക് ലോഡ് ഞാൻ പറയുമ്പോഴും അവിടുത്തെ വർക്ക് ലോഡ് പറയുമ്പോഴും അപ്പോൾ പറയും നമുക്കൊരു എക്സ്ചേഞ്ച്. അപ്പോൾ ഞാനും പറഞ്ഞു, നമ്മൾ രാവിലെ ഇനി എന്തൊക്കെ പൊസിഷനിൽ എത്തിയാലും അല്ല, അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. എന്തെല്ലാം ആയാലും നമ്മൾ ആ കിച്ചണിലെ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ചെല്ലാം കയറാം. അതിന് ശേഷം നമ്മൾ ഈ ഡ്യൂട്ടികളെല്ലാം ചെയ്യും. നമ്മുടെ ഒരു കഴിവ് തന്നെയാണിത്. അതുപോലെ തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെട്ടിട്ട് നമ്മൾ എന്തോ സംഭവമാകുന്നു തോന്നില്ല. തോളോട് തോൾ ചേർന്ന് അങ്ങ് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ഒരു പുരുഷൻ്റെ വിജയത്തിന് മുൻപിൽ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ പുരുഷന്മാരെ നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം. കാരണം എനിക്കിത് അത്യാവശ്യമാണ്. എൻ്റെ മെയിൻ സ്പോൺസർ ഇവിടെ നിൽക്കുന്ന ആ സ്പോൺസർ കഴിഞ്ഞില്ലെങ്കിൽ വനിതാ ദിനത്തെക്കുറിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെരുന്നാളിന് ഒത്തിരി പർച്ചേസ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കും എല്ലാം ഏത് ഫീൽഡിലും എന്തിലും എത്ര വേണമെങ്കിലും നമ്മൾ സ്വപ്നങ്ങൾ അങ്ങ് കണ്ടാൽ മതി, അതിലപ്പുറം എത്തിക്കൂടും. നമ്മളെ കലാം സാർ പറഞ്ഞു വെക്കുക, നമ്മൾ വേർവിട്ടുപോയ അബ്ദുൽ കലാം സാറിൻ്റെ അതേ ഒരു വാക്കുകൾ, നമ്മൾ സ്വപ്നം കാണുന്നിടത്തേക്ക് നമുക്ക് എത്താൻ നമുക്ക് പര്യാപ്തമായി തീരട്ടെ. അങ്ങനെ എല്ലാവിധ മഹിളാ മണികൾക്കും എല്ലാവിധ ആശംസകളും വനിതാ ദിനത്തിൻ്റെ അഡ്വാൻസായി നേർന്നുകൊണ്ട് ഞാൻ എന്തൊക്കെ ഇനിയും പറഞ്ഞു കൊള്ളാക്കണില്ല. കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ആക്ച്വലി ഒരു വീഡിയോസും എനിക്ക് കറക്റ്റ് അതിൽ പറയേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതോ ദൈവം തോന്നിക്കുന്നു അതങ്ങ് പറയുന്നു ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും. അപ്പോൾ നമ്മൾ സ്ലബ് സിൽക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലബ് സിൽക്കിൽ ഇത് കണ്ടോ, ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, അത്യാവശ്യം ഹെവിയാണ് ഇത് മെറ്റീരിയൽ. ഇത് കണ്ടോ, 44 ഇഞ്ച് വിഡ്ത്ത്, 120 rupees per meter. അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് കുർത്തീസൊക്കെ ചെയ്യാനൊക്കെ വളരെ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അതിന് നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇങ്ങനെ കാംബ്രിക് കോട്ടൺ 140 rupees per meter, 44 ഇഞ്ച് വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാം. യോക്ക് ഇതിന് ചെറിയ കൊടുത്തിട്ട് ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടൊരു ഫോമിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത്. അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക. സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാകുമായിരിക്കും കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക. ഇനിയിപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ ഇത് മാത്രം ആർക്കെങ്കിലും വേണം തോന്നിക്കഴിഞ്ഞാൽ 44 ഇഞ്ച് വിഡ്ത്ത്, 140 rupees per meter. അപ്പോൾ അതൊരു ചോയ്സ്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം എന്നൊരു കൺസെപ്റ്റിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് കണ്ടോ, ഇതും ചേരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്ലൂ യെല്ലോ ഒക്കെ വരുന്നുണ്ട്. ആ യെല്ലോ കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ ഒക്കെ പൈപ്പിങ്ങോ ലേസോ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതങ്ങനെ. അപ്പോൾ ഇത് മാത്രം വേണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇത്. പിന്നെ അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, ഇതും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയാവാം. ഇത് നമ്മുടെ സൗത്ത് കോട്ടണിൽ സിഗരറ്റ് ബോട്ടം ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഇങ്ങനെ വരും. 44 ഇഞ്ച് വിഡ്ത്ത്, 150 rupees per meter. അതിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി സ്ലബ് സിൽക്കിൽ ബ്ലാക്ക്. ഇപ്പോൾ സ്ലബ് സിൽക്ക് കൊണ്ടുവരുമോ ചോദിച്ചവരൊക്കെ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ബീഡ് വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു പാർട്ടി വെയർ
ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. സ്ലബ് സിൽക്ക് നല്ല നല്ല തിക്ക് മെറ്റീരിയൽ തന്നെയാണ്. തിക്ക് മീൻസ് ഈ ഒരു ഇത് കണ്ടോ ഇങ്ങനെ അല്ല ലൈനിങ് വെക്കണം, കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മളതിൽ വരുന്നു സ്ലബ് സിൽക്കിൽ ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. നമ്മൾ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയില്ലേ, കടും പച്ച ഇങ്ങനെ. ഇനി അതിൻ്റെ കൂടെ ഇന്ന് പെയർ ചെയ്യാൻ പുതിയൊരാൾ വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ പുതിയ കുറച്ച് ഗസ്റ്റുകൾ ഇപ്പോൾ വരാറില്ലേ. ഇതിന് മസ്ലിൻ ഡിജിറ്റൽ പ്രിൻ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. പക്ഷെ നമുക്ക് മസ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൻ്റെ ഫൈനസ്റ്റ് ഫോമാണ്. പക്ഷെ ഇത് ആ ഒരു ഇതല്ല, ആ ഒരു പേര് അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് സിന്തറ്റിക് കണ്ടൻറ്റുള്ള സിന്തറ്റിക് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് കണ്ടോ ഇങ്ങനെ. ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇങ്ങനെ ഇതിൻ്റെ അകവശം പ്യുവർലി സിന്തറ്റിക് ആണ് കേട്ടോ. ഇതാ പക്ഷെ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ വരും ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ. അപ്പം നമ്മൾ സ്കേർട്ട്, കുർത്തി, ഇപ്പോൾ ഈവൻ ഈസി ടു മെയിൻറ്റെയിൻ ആണിത്. കളർ ലീക്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സിന്തറ്റിക്. ഇനി ഇത് നമുക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഇങ്ങനെ ദുപ്പട്ടയായിട്ട്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ലബ് സിൽക്കിൽ നമ്മൾ ടോപ്പ് ചെയ്തിട്ട് ഇതിനെ ദുപ്പട്ടയാക്കാം. ഇനി അല്ലെങ്കിൽ ഇതിൽ നമുക്ക് സ്കേർട്ട് ചെയ്യാം. ഇതിനൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് സ്കേർട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു പുതിയ മെറ്റീരിയലിൻ്റെ റേറ്റ് 160 റുപ്പീസ് പെർ മീറ്റർ. ഇങ്ങനെ ഇനിയിപ്പോൾ ഈവൻ സാരി ആക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു സിന്തറ്റിക് ഫാബ്രിക് ആണ്, അതിപ്പോഴും മനസ്സിൽ വെച്ചേക്കുക കോട്ടൺ ഗ്ലവേഴ്സിന്. പക്ഷേ ഒന്ന് മാറി ചിന്തിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഒരു ഭംഗിയുണ്ട് ഇതിന്. ദേഹത്ത് വെച്ച് കാണിക്കൂ ചേച്ചി എന്ന് പറഞ്ഞില്ല. ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ കറക്റ്റ് കാണിക്കാൻ എക്സ്പെർട്ടല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഇങ്ങനെ. അപ്പോൾ പുതിയൊരു ഐറ്റം ആണേ, സിംപ്ലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാവുന്ന ആ ഒരു സംഭവം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രൂപ്പ് ഡാൻസിലേക്ക് 2 ആൾക്കാരും കൂടെ ഉണ്ട്. നല്ലൊരു സുന്ദരി കാന്ത, ഇതാ ഡാർക്ക് ഗ്രീൻ. ഇതിനൊക്കെ നമുക്ക് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റാക്കാം. 44 ഇഞ്ച് വിടുത്ത് 145 റുപ്പീസ് പെർ മീറ്റർ. ഇതങ്ങനെ കണ്ടു, കാണിച്ചു തരാം. അടുത്തത് ഇതാ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ സിമ്പിളായിട്ട് നമുക്ക് പെയർ ചെയ്യാം. നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ടോപ്പ് ഇത്, ബോട്ടം ഇത്, എന്നിട്ട് യോക്ക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് ടോപ്പ് ചെയ്യാം. അങ്ങനെ തിരിച്ചു മറിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ തന്നെ ഇനി വേറെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അന്ന് കണ്ടില്ലേ, ഇതിൻ്റെ കണ്ടോ അകവശം. നമ്മൾ നോക്കുന്നതാണ് ഇഷ്ടം. നമുക്കിടെ ഇഷ്ടം പോലെ അകോ പുറോ ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഒരു ഓപ്ഷൻ ഇങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ 3 പീസ് കട്ടിങ്ങിൽ ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുകൊണ്ട് തന്നെ യോക്ക് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിനെ ഒരു ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും ഇടാം. ദുപ്പട്ടയ്ക്ക് നമുക്ക് ഫുൾ വെടുത്ത് ചെയ്തോണമെന്നില്ല കേട്ടോ. അതൊരു ഹാഫ് കട്ട് ചെയ്തിട്ട് 2 സൈഡ് ജോയിൻ ചെയ്യും. എപ്പോഴും ഒരു വീതി കുറഞ്ഞ ദുപ്പട്ട ഒരു പേരിനിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾ 1.25 മീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെൻറ്റർ കട്ട് ചെയ്യുക. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ നീളത്തിൽ കട്ട് ചെയ്ത പീസിനെ വീണ്ടും സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 അറ്റത്തും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ജോയിൻ്റ് സൈഡിൽ ബാക്ക് പീസിലോട്ടേ വരുള്ളൂ. എന്നിട്ട് അവിടെ ടോപ്പിൻ്റെ പീസ് വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ദുപ്പട്ടയാക്കാം. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇതിന് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ. ഇനി സ്ലബ് സിൽക്കിൽ അടുത്ത് വരുന്നു നല്ല സുന്ദരി ഒരു ഒലിവ് ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ഫാബ്രിക്. ഇത് കണ്ടോ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇത് കണ്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതുകൊണ്ട് നമുക്ക് യോക്ക് വെച്ച് ബോട്ടം ചെയ്തിട്ട് അങ്ങനെ ആക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഒരു 3.75 3.25 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ദുപ്പട്ടയും ബോട്ടവും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വീതി കുറഞ്ഞൊരു ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്താലും ഭംഗി ഉണ്ടാവും. ഇത് കണ്ടോ ഇത് 44 ഇഞ്ച് വിടുത്ത് 140 റുപ്പീസ് പെർ മീറ്റർ അങ്ങനെ. ഇനി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ടോപ്പ് ബോട്ടം അങ്ങനെ. ഇനി ഫുള്ള് ഇതിൽ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ഒരേ കളർ. ഇപ്പോൾ ഇതിലൊക്കെ ശരിക്കും നമുക്ക് ഈ ഡബിൾ ഷെയ്ഡ് വരുന്നത് കൊണ്ട് ടോപ്പും ബോട്ടവും നമുക്ക് ഒരുപോലെ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്തിട്ട് സെയിം ഇതുകൊണ്ട് പൊട്ട്ലി ബട്ടൺസ് ഒക്കെ ചെയ്തിട്ട് സ്പോഞ്ച് ബട്ടണൊക്കെ വെച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ദുപ്പട്ട ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി സ്ലബ് സിൽക്കിൽ അടുത്ത കളർ ഇതാ ഒരു ഇതിലൊക്കെ ഡബിൾ ഷെയ്ഡോ ത്രിബിൾ ഷെയ്ഡോ എന്നൊക്കെ പറയാം. ഒരു മെറൂൺ ഉണ്ട്, വയലറ്റ് ഉണ്ട്, നേവി ബ്ലൂ പോലത്തെ ഒക്കെ തോന്നുന്ന ഒരു സുന്ദരി കളർ. ഇതിലൊക്കെ സിമ്പിളായിട്ട് ഗോൾഡൻ ബീഡ് വർക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് മാറും. നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ. അതിനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. ഇത് കണ്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം. ബോട്ടം ചെയ്യുമ്പോൾ എപ്പോഴും അതിനെ ഒരു സെറ്റാക്കി മാറ്റാനായിട്ട് ബോട്ടത്തിൻ്റെ പീസ് എന്താണോ വരുന്നത് അതിനെ നമ്മളൊരു യോക്ക് പോലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം.
അപ്പോൾ അത് സിന്തറ്റിക്, ഇത് കോട്ടൺ. അപ്പോൾ രണ്ട് കോട്ടൺ ലവേഴ്സും സിന്തറ്റിക് ലവേഴ്സും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം. ഒരുപോലെ രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ കാന്ത ലൈൻസിൽ ഡാർക്ക് മെറൂണിൽ വരുന്നു. ഇങ്ങനെ ഡാർക്ക് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 44 ഇഞ്ച് എടുത്ത് 145 rupees per meter. ഇനി അതിനെ തന്നെ കണ്ടോ, അതിൽ നമുക്ക് തിരിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഈ സൈഡ് കണ്ടോ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് കാണാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകവശം ഇങ്ങനെ, പുറവശം ഇങ്ങനെ, തിരിച്ച് അകവും പുറവും ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒരു 2 meters ബോട്ടവും 2.5 meters ടോപ്പും എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. സ്ലബ് സിൽക്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് തമ്മിൽ അങ്ങനെയും പെയർ ചെയ്യാം. ഇനി അടുത്ത സ്ലബ് സിൽക്കിൽ അടുത്ത കളർ ഇതാ വരുന്നു. ഇങ്ങനെ നമ്മളെ കിങ് ഫിഷർ ബ്ലൂ അല്ലേ, അങ്ങനെ 44 ഇഞ്ച് വിടുത്ത് 120 rupees per meter. അതിൻ്റെ കൂടെ ഇതാ യോക്കൊക്കെ വെക്കാനായിട്ട് ഈ കാംബ്രിക് കോട്ടണിൽ ഈ മെറ്റീരിയൽ കിട്ടും. 140 rupeesൻ്റെ ഈ കാംബ്രിക് കോട്ടൺ. ഇതിങ്ങനെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ ഇത് മാത്രം എടുക്കുക സ്ക്രീൻഷോട്ട്. മറ്റേൻ്റെ കൂടെ പെയർ ചെയ്യാനാണെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇനി ഇതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ടോപ്പ് ബോട്ടം. ഇനി ഇതിനെ സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം നമുക്ക്. ഇങ്ങനെ വരും. ഇനി ഈ മെറ്റീരിയൽ മാത്രം വേണമെങ്കിൽ ഈ സ്ട്രൈപ്സ് ആൻഡ് ലൈൻസ് ഉള്ളതൊക്കെ ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഒരു ഒപ്പിക്കബിൾ ബോട്ടമായിട്ട് ഇത് പറ്റും. അപ്പോൾ ഇതിനെ ബോട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു മനോഹരമായ രീതിയിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലൊരു യോക്ക് പോലെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് എക്സാമിൻ്റെ പീക്ക് ടൈം അതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം അല്ലേ. അപ്പോൾ ഇതൊക്കെ കാന്ത 44 ഇഞ്ച് വിടുത്ത് 145 rupees per meter. ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എന്നല്ലേ ഇതിൻ്റെ കൂടെയും പെയർ ചെയ്യാവുന്ന നമ്മൾ ആ കണ്ട മസ്ലിനിൽ ഇതിനൊരു ഒരു ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് വരുന്ന ഒരു നല്ലൊരു പ്രീമിയം മെറ്റീരിയലിൻ്റെ ഫീൽ തരും. പക്ഷേ പ്യുവർലി സിന്തറ്റിക് മെറ്റീരിയലാണ്. ഇതും ഒരു സുന്ദരി മെറ്റീരിയൽ. ഇത് ഇങ്ങനെ വരും. ഇത് നമുക്ക് ഈവൻ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, സ്കേർട്ടായിട്ട് എടുക്കാം. ഇനി ആസ് സച്ച് ഇങ്ങനെ തന്നെ കോട്ടൺ ലവേഴ്സ് അല്ലാത്തവർക്ക് സിന്തറ്റിക് മെറ്റീരിയലാണ്, അങ്ങനെ വേണമെങ്കിൽ ടോപ്പായിട്ടും ചെയ്യാം. ഇത് കണ്ടോ, അതിൻ്റെ അകവശം ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ പിങ്കോ റെഡോ ഒക്കെ കുർത്തിക്ക് ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് സിംപ്ലി നല്ല ഭംഗിയുള്ള ഒരു നോർമൽ സൈഡ് സ്ലിറ്റുള്ള ഒരു കുർത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരും. അപ്പോൾ ഇത് 180 rupees per meter. ഇതിന് കണ്ടോ ഒരു ഓൾ ഓവർ ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതിലൂടെ എല്ലാം. 180 rupees per meter. ഇങ്ങനെ വരും. അതിലൊരു വൈറ്റ് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ. ഇനി സ്ലബ് സിൽക്കിൽ നല്ല സുന്ദരി പിങ്ക് കളർ. ഇത് 44 ഇഞ്ച് എടുത്ത് 120 rupees per meter. ഇതിന് ജെൻസിന് ഈ സ്ലബ് സിൽക്ക് ഏതും നമുക്ക് ജെൻസിന് ഷർട്ട് ഒരു പാർട്ടി വെയർ സിൽക്ക് ഷർട്ടിൻ്റെ ഫീൽ വരാനായിട്ട് അങ്ങനെ ഷർട്ട് ചെയ്യാനായിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണിത്. അതിൻ്റെ കൂടെ ഈ പിങ്ക് കാന്ത് ഇങ്ങനെ സെയിം ടോണായിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക്. ഇത് 44 ഇഞ്ച് എടുത്ത് 140 rupees per meter. ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വരിക. കഴിഞ്ഞ വീഡിയോയിൽ ആ റയോണിൻ്റെ സെറ്റിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അധികം വൈകാതെ കൂടുതൽ കളേഴ്സ് കുറച്ച് അതിന് ഓർഡർ ചെയ്ത് എത്താനൊക്കെ ഒരു സമയം എടുക്കും, അത് കൊണ്ടുവരാം. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം ആരും മറക്കരുത്. വാങ്ങിച്ചിട്ടുള്ളവരെല്ലാണ്ടും 2-3 times എന്തായാലും നന്നായി കളറ് പോകും അത്. അപ്പോൾ വേറെ മെറ്റീരിയൽസിൻ്റെ കൂടെ ഒന്നിച്ച് സോക്ക് ചെയ്ത് വെക്കരുത്. കളറ് പോകും, നന്നായി പോകും. 3 പ്രാവശ്യം നന്നായി പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോത് കുറഞ്ഞു വരും, പക്ഷെ ഫെയ്ഡ് ആവുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്ന ഓരോ ഫാബ്രിക്കിൻ്റെയും ഓരോ ആ പ്രത്യേകതകൾ അറിഞ്ഞ് വേണം നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ അജരക്ക് ഹാൻഡ് ബ്ലോക്ക് എല്ലാത്തിലും ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ. ഇപ്പോൾ ഈ നാച്ചുറൽ ഡൈഡ് ഫാബ്രിക്സ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, പുതിയ ഒരാളാണെങ്കിൽ അത് എനിക്ക് വീഡിയോയിൽ കാണിക്കാവുന്ന അതിൻ്റെ ലിമിറ്റ്. കാരണം വീണ്ടും ഇത് പറയാൻ കാരണം പുതിയ ആൾക്കാർക്ക് അത് കിട്ടിക്കഴിയുമ്പോൾ അയ്യോ ഇതെന്താ എങ്ങനെയെന്നൊരു ഫീൽ വരും. അത് നാച്ചുറൽ ഫാബ്രിക്സ് അങ്ങനെയാണ്. അങ്ങനെ വാങ്ങിയിട്ടില്ലാത്തവർ ഒരിക്കലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരിക്കൽ കട്ട് ചെയ്ത് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത മെറ്റീരിയൽസ് പിന്നീട് അത് തിരിച്ചെടുക്കുകയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ അതിന് ജെനുവിൻ പ്രൂവൻ ഡാമേജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഓരോ ഫാബ്രിക്കിന് അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ ഇത് പ്യുവർലി സിന്തറ്റിക് ആണ്, സിന്തറ്റിക് ഫാബ്രിക് എന്ന് തന്നെ പറഞ്ഞു വെച്ചാൽ ഞാനത് കോട്ടൺ ആണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ പറയരുത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ചെയ്യുന്നതിന്. മാക്സിമം ഓരോ മെറ്റീരിയൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ
അപ്പോൾ ഇത് കാന്ത കോട്ടൺ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്, 145 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ നേരത്തെ കാണിച്ചില്ല, ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല, ആ ടൈപ്പ് ഫാബ്രിക് തന്നെയാണിത്. ഇത് ഈ ശരിക്കും മസ്ലിൻ എന്നൊക്കെ പേര് പറഞ്ഞു വരും. മസ്ലിൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം മെറ്റീരിയലാണ്, ആ ഒരു പേര് തന്നെ ഉള്ളത്. പ്യുവർലി സിന്തറ്റിക് ഫാബ്രിക് തന്നെയാണ്. പക്ഷേ നല്ല നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ, അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഈവൻ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ പോലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഇങ്ങനെ വരും. നല്ല ഭംഗിയിൽ ഇന്നത്തെ പുതിയ ഐറ്റംസ് 4 മെറ്റീരിയൽസാണ് വന്നിരിക്കുന്നത്. നമ്മൾ കോട്ടണിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ക്യാമ്പ്രിക് കോട്ടനൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാറില്ല, അതുകൊണ്ട് നമുക്ക് പുതിയ മെറ്റീരിയൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ടോപ്പിനെടുത്തിട്ട് ഇതുകൊണ്ട് ബോട്ടം ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് 160 റുപ്പീസ് പെർ മീറ്റർ. ആ സെൽഫ് ഒരു ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് വരുന്നതിന് 180 റുപ്പീസ് പെർ മീറ്റർ. അതിൽ ഒരു മെറ്റീരിയൽ ഇവിടെ വരുന്നുണ്ട്, നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതിലൊരു പേസ്റ്റൽ ഗ്രീൻ വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പ്രിൻറ്റും കളറും എല്ലാം ഡിഫറൻസ്, ഫാബ്രിക് സെയിം ആണ്. ഇങ്ങനെ വരും. ഓൾ ഓവർ ഈ ത്രെഡ് വർക്ക് കണ്ടു, ത്രെഡ് വർക്കും പോകുന്നുണ്ട്, അതിൽ കൂടെ ഒരു സീക്വൻസ് വർക്കും ഉണ്ട്. ഇങ്ങനെ വരും. ഇതും നമുക്ക് ടോപ്പിന് ദുപ്പട്ടയ്ക്ക് എന്തിനും കട്ട് ചെയ്തെടുക്കാം, നമ്മുടെ ചോയ്സാണ് ഏത് എങ്ങനെ വേണമെന്നുള്ളത്. അകവശം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത്, 180 റുപ്പീസ് പെർ മീറ്റർ. നമ്മൾ സിമ്പിളായിട്ട്, ഇനിയിപ്പോൾ ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് ലൈനിങ് ഒന്നും ഇല്ലാതെ വേണമെങ്കിലും അങ്ങനെ കുർത്തിയായിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പറയൂ. അതങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ വേണം, ഈ കോട്ടൻ്റെ ഈ കാന്ത കോട്ടൺ പെയർ ചെയ്യാൻ വേണമെങ്കിൽ 44 ഇഞ്ച് വിടുത്ത്, 145 റുപ്പീസിൻ്റെ ഈ കാന്ത ലൈൻസ് ഇങ്ങനെ പെയർ ചെയ്യാം. ഇതിലും നമുക്ക് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ വരും. ഇനി അതിൻ്റെ അകവും പുറവും കണ്ടോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ടോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് ബോട്ടം വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇത് 145 റുപ്പീസ് പെർ മീറ്റർ. അങ്ങനെ ഇനി സ്ലബ് സിൽക്കിൽ അടുത്ത ഒരു കളറ്, ആ ഒരു പിങ്കിൻ്റെയും ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ടോൺ, ഒണിയൻ പിങ്കിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ലൈറ്റർ ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്നത്. ഇങ്ങനെ വരും. അതിലൊരു സെൽഫ് ഒരു ലൈൻസ് പോലെ വരുന്നുണ്ട്, ഒരു വൈറ്റ് കളർ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. 44 ഇഞ്ച് വിടുത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇത് നമുക്ക് ടോപ്പ് എടുത്തിട്ട് ഈ സൗത്ത് കോട്ടൻ്റെ ഈ മെറ്റീരിയൽ കൊണ്ട് ബോട്ടം ചെയ്യാം. ഇത് 150 റുപ്പീസ് മീറ്റർ വരുന്ന ഈ സൗത്ത് കോട്ടൺ ഇത് ബോട്ടം ചെയ്തിട്ട് ഇങ്ങനെ ഒരു സെറ്റാക്കി നമുക്ക് അങ്ങനെ, അതൊരു ഓപ്ഷൻ. ഇനി അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമ്പ്രിക് കോട്ടൺ ഉണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് കുറച്ചൊരു വേറിട്ടൊരു മെറ്റീരിയൽസ്, കുറേ കാലമായിട്ട് സ്ലബ് സിൽക്കിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഡോക്ടർ നിയ കാണുന്നുണ്ട് വിചാരിക്കുന്നു, എപ്പോഴും സ്ലബ് സിൽക്ക് എത്തിയോ ചോദിക്കാറുള്ള ഒരാളാണ്. അതുപോലെ മറ്റുള്ള ഒരുപാട് പേരുടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ എക്സാമിൻ്റെയൊക്കെ പീക്ക് ടൈമായി. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.